പെൻഷൻ തേടി ഹൈക്കോടതിയെ സമീപിച്ച മറിയക്കുട്ടിക്ക് മറുപടിയുമായി സർക്കാർ. പെൻഷൻ നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കോടതി വിമർശനം സർക്കാരിനെതിരെ അല്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. മറിയക്കുട്ടിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും സർക്കാർ ആവർത്തിക്കുന്നു. മറിയക്കുട്ടിയുടെ ഹർജിയിൽ കടുത്ത നിലപാടാണ് സർക്കാരിനെതിരെ കോടതി സ്വീകരിച്ചത്. പക്ഷേ കോടതി വിമർശനം സർക്കാരിനെതിരെ അല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. പെൻഷൻ നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ വിശദീകരിച്ചു. ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട. ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ, ആ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടണ്ട. നേരത്തെ കൊടുത്ത പെൻഷൻ 600 രൂപ, അത് 700 ആക്കിയത് ആരും പറഞ്ഞിട്ടല്ല. ഈ സർക്കാർ LDF-ന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ചെയ്തതാണ്. ഓരോ പടിയും ഇങ്ങനെ കടന്ന് അങ്ങനെയാണ് 1600-ലെത്തിയത്. ഇപ്പൊ നൽകുന്നത് 1600 രൂപ. കുറച്ചു കാലമായിട്ട് ഇതും വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ നൽകുന്നത് 1600 രൂപയാണ്. മറിയക്കുട്ടിയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്നു തന്നെയാണ് സർക്കാർ വാദം. ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ആവർത്തിച്ചുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാന്റെ മറുപടി. മറിയക്കുട്ടിക്ക് 1600 കൊടുക്കുന്ന നല്ല പ്രശ്നം. മറിയക്കുട്ടിയെ പോലുള്ള കേരളത്തിൽ 62 ലക്ഷം മറിയക്കുട്ടിമാർക്ക് പെൻഷൻ കൊടുക്കത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, കൊടുത്തിരിക്കും. അതിന് അവര് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി ആ പാവത്തിനെ വിളിച്ചുകൊണ്ടുപോയി കോടതി കേസ് കൊടുത്തു. കോടതിയുടെ മുമ്പിലേക്ക് അഭിഷേകം നീക്കി, അത് കോടതി പറയട്ടെ. അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ സമരവും കോടതിയിലെ ഹർജിയും സർക്കാരിനെതിരെ വലിയ വിമർശനമായി പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണത്തിലെ സർക്കാരിന്റെ ആത്മാർത്ഥത സർക്കാർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.